നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസീദ് മണൽവട്ടം, നിയമസഹായ വേദി സംസ്ഥാന ചെയർമാൻ. നിയമസഹായ വേദിയുടെ പ്രവർത്തകരായ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സഹപ്രവർത്തകരെ, എന്റെ വാർത്ത ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, ബൈജു പുനലൂർ എന്ന് പറയുന്ന ഒരു ഫ്രോഡ് വ്യക്തിയെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഈ ബൈജു പുനലൂർ എന്ന് പറയുന്ന വ്യക്തി BJP RSS മറവിൽ വൻ തട്ടിപ്പുകളാണ് നടത്തുന്നത്. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകളെ ഓരോരോ വാഗ്ദാനങ്ങളും മോഹന വാഗ്ദാനങ്ങളും കൊടുത്ത് അവരെ കൊണ്ടുപോയി വലിയ വലിയ ആൾക്കാർക്ക് കൂട്ടിക്കൊടുത്താണ് ഈ വ്യക്തി ജീവിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം അന്യ സംസ്ഥാനങ്ങളിൽ ഗുണ്ടകളുമായി വ്യക്തിക്ക് ബന്ധമുണ്ട്. അത്യാവശ്യം ഗുണ്ടായിസം, തലവെട്ടുകയും കൈകാൽ വെട്ടുകയും കാലടിച്ചോടിക്കുകയും കൊട്ടേഷൻ ഏറ്റെടുത്തും പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊട്ടേഷൻ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ബൈജു പുനലൂരിനെ പോലുള്ള ക്രിമിനലുകൾ ഈ സംസ്ഥാനത്ത് വിലസുന്നത്. കഴിഞ്ഞ ഗവൺമെന്റുകൾ ഈ വ്യക്തികൾക്ക് ഒട്ടനവധി സൗജന്യം ചെയ്തു കൊടുത്തെങ്കിലും ഇപ്പൊ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആയതുകൊണ്ട് വളരെ അഭിമാനപുരസരം ഞാൻ പറയുന്നു, ഇത്തരം ക്രിമിനലുകൾക്ക് വിലസാനുള്ള അവസരം ഇനി ഉണ്ടാകില്ല. ബൈജു പുനലൂരിനെ പോലെയുള്ള ക്രിമിനലുകളുടെ പേരിൽ നിയമസഹായ വേദി വരും ദിവസങ്ങളിൽ ആഭ്യന്തര വകുപ്പിനുൾപ്പെടെ, പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ, SP ഉൾപ്പെടെ, DGP ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്ക് പരാതി കൊടുത്ത് ഇത്തരം കൊട്ടേഷൻ കൂട്ടിക്കൊടുപ്പ് മാഫിയകളെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി നിയമസഹായ വേദി ശക്തമായ പോരാട്ടം നടത്തും. ബൈജു പുനലൂർ എന്ന് പറയുന്ന ഈ കൂട്ടിക്കൊടുപ്പ് മാഫിയ കൊട്ടേഷൻ സംഘത്തിലെ ഈ ലീഡറായിട്ടുള്ള, ഈ കണ്ണിയായിട്ടുള്ള ബൈജു പുനലൂരിനെ സൂക്ഷിക്കുക, ഇത്തരത്തിലുള്ള ഫ്രോഡുകളെ സൂക്ഷിക്കുക എന്നൊരിക്കൽ കൂടി നിയമസഹായ വേദി ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള ഫ്രോഡുകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് എന്റെ നാട് മണൽവട്ടം എന്ന് പറയുന്ന ചാനൽ ഇന്നിവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിയമസഹായ വേദിയുടെ നേതൃത്വത്തിൽ ഈ കൊട്ടേഷൻ മാഫിയ കൂട്ടിക്കൊടുപ്പ് സംഘത്തിന്റെ പ്രതിനിധിയായ ബൈജു പുനലൂരിനെതിരെ നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകും. നിയമപരമായി കേസെടുക്കാത്ത സാഹചര്യത്തിൽ നിയമസഹായ വേദിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികളുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമെന്ന് നിയമ സംവിധാനത്തെ അറിയിക്കുവാൻ നിയമസഹായ വേദി ആഗ്രഹിക്കുന്നു.